ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഒരു മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് മുട്ട പഫ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ പഫ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ബേക്കിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് കുട്ടികൾക്ക് ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട കേട്ടോ, 4 എണ്ണം. അപ്പം നമ്മൾ ഇതിൽ സവാള നിങ്ങൾക്ക് ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അധികം നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സവാള ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക സവാള പിന്നെ മുട്ടയും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ഇതിന് നമുക്ക് ഉപ്പ് എത്ര വേണോ അത് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക, ജസ്റ്റ് ചെറുതായിട്ടൊന്നും. ഇതിപ്പോൾ വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മല്ലിപ്പൊടി, ഞാനൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/4 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ്, മുളക് പൊടി ഒരു 3/4 സ്പൂണ്, ഗരം മസാല ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണം കൂടി ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. നല്ലവണ്ണം മസാല കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഒരു 4-5 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം മസാല കൊന്നുവിന് നല്ലൊരു സ്മൂത്ത് ആവാനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 4-5 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു മധുരിപ്പ് അതിനുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. എന്നാൽ മാത്രമേ ആ സവാള നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി നമ്മളൊന്ന് പുറത്തെടുത്തപ്പോൾ അതിങ്ങനെ അതിൻ്റെ ആ ഓയിലൊന്ന് ആ വെള്ളം കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്കുക. എന്നിട്ട് നമ്മളത് ഈ ഒരു പരിവ് ആക്കിയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഒരു മൈദാമാവ് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു 4 മുട്ടയിലെടുത്ത്, അപ്പോൾ 4-5 ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്, മൈദാമാവ് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബട്ടർ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ആക്കി മാവ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഈ പഫ്സ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വേറെ നമ്മൾ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മുട്ട വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേ സംഭവം നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നമുക്ക് കുഴച്ച ശേഷം ഒരു 10 മിനിറ്റ് ഞാനത് വെച്ചിട്ടുണ്ട് പുറത്ത്. അതിന് ശേഷം ഞാൻ അത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഷേപ്പൊന്നും വേണ്ട, നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് പരത്തിയെടുക്കാം മാവ് ഫസ്റ്റ്. വളരെ തിന്നായിരിക്കണം, ചപ്പാത്തി വരെ കട്ടി ഉണ്ടാവരുത്, വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ, ഷേപ്പിലൊന്നും കാര്യമില്ല അത് കേട്ടോ. എന്നിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് നമുക്ക് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഭാഗമൊന്നും കുഴപ്പമില്ല. അതെ, സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അത്രയും തിന്നുകണ്ടാവും, ആ ഒരു തിന്നായിരിക്കണം പരിവം. നമ്മുടെ മസാല അതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മളത് മുറിച്ചും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ മസാല നമ്മൾ സെൻറ്ററിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുട്ട ഹാഫ് എടുത്തിട്ട് നമ്മളതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീസ് എടുത്തിട്ട് മറ്റേതിൻ്റെ മേലത്തേക്ക് ഒരു പ്ലസ് ഷേപ്പിൽ അങ്ങോട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മൈദാമാവ്, 2 സ്പൂൺ മൈദാമാവ് ഇത്തിരി വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കുക. കാരണം ആ ഒരു പശ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിങ്ങനെ വെച്ച ശേഷം ബാക്കിയുള്ളത് ഒട്ടുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടില്ല. അപ്പോൾ നമ്മളത് മൈദാമാവ് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ഒന്നും ആക്കി കൊടുക്കുക. പിന്നെ അത് അനങ്ങില്ല, അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും മറ്റൊക്കെ തുറന്നു വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ബാക്കി അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് ഒട്ടേണ്ട ഭാഗത്തൊക്കെ അത് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചിട്ട് അത് ഒട്ടിക്കുക, മറ്റത് ഒട്ടിക്കുക. എന്നിട്ട് ആ ഗ്യാപ്പ് കാണുന്ന അവിടെ നമ്മളൊന്ന് അത് വെച്ചിട്ടൊന്ന് തേച്ച് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതുമാതിരി എല്ലാം ചെയ്തെടുക്കുക. ഞാനപ്പോൾ അതേമാതിരി എല്ലാം ചെയ്തെടുക്കട്ടെ. പിന്നെ 2-3 ആകുമ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം മസാല നമ്മുടെ മാവിൽ അങ്ങനെ നിൽക്കുമ്പോൾ അത് മെല്ലെ ഇറങ്ങി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഞാൻ പക്ഷേ ഇത് മുഴുവൻ ചെയ്തിട്ട് എല്ലാം ആക്കിയ ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ നമുക്കിത് എല്ലാ ഭാഗത്തും നല്ലോണം ക്ലോസ് ചെയ്താക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓയിൽ നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ആ മടക്കിയ ഭാഗം നമ്മൾ അടിയിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഫോൾഡ് തുറന്നു വന്നാലോ വരാനുള്ള ഒരു ചാൻസസ് ചില സമയമുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ മറ്റതിലും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളുടെ വലിപ്പം, നമ്മളുടെ പാൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുക. പിന്നെ ചെറുതീയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മാവ് ഒന്ന് വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ചെറുതീയിൽ നല്ലവണ്ണം തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇടുക. അതിനുശേഷം ചെറുതീയിൽ അപ്പുറം ഇപ്പുറം നമ്മൾ ചെയ്തെടുക്കുക, ഇളക്കിയെടുക്കുക. എഗ്ഗ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പച്ചക്കറി അരിയേണ്ട, അത് വഴറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എഗ്ഗ് വെച്ച് ചെയ്യുമ്പോൾ. നമുക്ക് സമയം ലാഭമാണ് എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്തെടുത്ത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പിള്ളേരെല്ലാവരും എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഒന്ന് വെച്ചാൽ തന്നെ ശരിക്കും വയറുന്നേരം ചായയും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് അടിപൊളി സ്നാക്കായി അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം ആയിട്ടുണ്ട് ദേ, കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതെ, അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമുക്കത് ഉള്ളു കുക്കാണോ, മസാല എങ്ങനെയുണ്ടെന്നുള്ള കണ്ട് പുറത്തൊന്നും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അധികമായിട്ട്. ദേ കണ്ടല്ലോ സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, ഉറപ്പാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ കാണാം ഫ്രണ്ട്സ്. Thank you.